السلام على رسوله الله وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല വജഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അഖീദത്തു അഹ്ലി സുന്നത്തി വൽ ജമാഅ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം എന്ന ഗ്രന്ഥമാണ് നമ്മൾ പഠനത്തിന് വേണ്ടി അവലംബിച്ചിട്ടുള്ളത്. ആ ഒരു ഗ്രന്ഥത്തിൽ ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വഹദാനിയത്തിനെ സംബന്ധിച്ചാണ്. എന്ന് വെച്ചാൽ അവന്റെ പ്രത്യേകമാക്കപ്പെട്ട ഓരോ വിശേഷണങ്ങളിലും അവൻ ഏകനാണ്. അതിൽ അവന്റെ അതേ അവസ്ഥയുള്ള അതേ വിശേഷണങ്ങളുള്ള ഒരു സൃഷ്ടിയോ ഒരു ശക്തിയോ ഒന്നും ഇല്ല എന്നുള്ള വിശ്വാസമാണ് നമ്മുടെ അഖീദയുടെ തുടക്കത്തിൽ ആദ്യത്തെ കാര്യമായി തൗഹീദാണ് നമ്മൾ പറഞ്ഞത്. അതിന് ചുരുക്കം എന്നുള്ളത് ഇഫ്രാദുല്ലാഹി ബിമാ യഖ്തസ്സു ബിഹി. തൗഹീദിന്റെ ചുരുക്കത്തിലുള്ള നിർവചനം അതാണ്. അള്ളാഹുവിന് പ്രത്യേകമാക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ, അള്ളാഹുവിനെ ഉള്ളൂ എന്ന് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളിൽ അവനെ ഏകനാക്കുക. അത്തരം കാര്യങ്ങളിൽ വേറെ ആർക്കും ഒരു അർഹതയുമുണ്ട് അല്ലെങ്കിൽ അവർക്കും അങ്ങനെയുണ്ട് എന്ന് കരുതാതിരിക്കുക. ഇതാണ് തൗഹീദിന്റെ ചുരുക്കം. തൗഹീദിന്റെ ചുരുക്കം എന്നുള്ളത് അതാണ്. അതിനുശേഷം നമുക്ക് വായിക്കാനുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് ഖുർആനിന്റെ ആയത്തുകളിലൂടെ ഹദീസുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില അടിസ്ഥാനങ്ങളാണ്. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ റബ്ബിനെ അറിയാൻ, അള്ളാഹുവിനെ അറിയാൻ, അല്ലെങ്കിൽ അവന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ, അവൻ എങ്ങനെയുള്ളവനാണെന്ന് അറിയാൻ ഏറ്റവും എളുപ്പമുള്ള, ഏറ്റവും ബെസ്റ്റ് വഴി എന്നുള്ളത് അവൻ നമുക്ക് അറിയിച്ചു തന്ന രൂപം അതെന്താണെന്ന് നോക്കലാണ്. അല്ലെങ്കിൽ അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എങ്ങനെയാണ് അറിയിച്ചു തന്നത് എന്ന് പരിശോധിക്കലാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് പോലെ ഒരുപാട് ആയത്തുകൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് അറിയിക്കുന്ന അവന്റെ വിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്ന ധാരാളം ആയത്തുകൾ ഇവിടെ എടുത്തു കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ആദ്യം കൊടുത്തിട്ടുള്ളത് ഖാല അല്ലാഹു തആല, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, റബ്ബുസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമാ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളുടെയും അവയ്ക്കിടയിലുള്ളതിന്റെയും റബ്ബ് അവനാണ്. റബ്ബ് എന്ന് പറയുമ്പോൾ ഖാലിഖ്, മാലിക്, മുദബ്ബിർ, ഈ മൂന്നർത്ഥങ്ങളും ഉൾക്കൊള്ളുന്ന പേരാണ് റബ്ബ് എന്നുള്ള പേര്. അപ്പൊ ആകാശഭൂമികളെ സൃഷ്ടിച്ചത്, അവയ്ക്കിടയിലുള്ള എല്ലാത്തിനെയും സൃഷ്ടിച്ചത് അള്ളാഹു സുബ്ഹാനഹു വ തആല. ആകാശഭൂമികളും അവയ്ക്കിടയിലുള്ള എല്ലാത്തിന്റെയും ഉടമസ്ഥൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ആകാശഭൂമികളും അവയ്ക്കിടയിലുള്ള എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നതും അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇതാണ് നമ്മൾ തൗഹീദുർ റുബൂബിയ്യ എന്ന് പറയുന്ന കാര്യം. ഇതാണ്. പിന്നെ പറയുന്നത് ഫഅബുദുഹു, നീ അവനെ ആരാധിക്കണം എന്ന് വെച്ചാൽ മറ്റാരെയും ആരാധിക്കരുത്. വസ്തബിർ ലിഇബാദത്തിഹി, അവനെ ഇബാദത്ത് ചെയ്യുന്നതിൽ നീ ഉറച്ചു നിൽക്കണം, ക്ഷമിച്ചു നിൽക്കണം, അതിൽ നീ ക്ഷമ കൈക്കൊള്ളണം. എന്ന് വെച്ചാൽ മറ്റാരിലേക്കും നീ തിരിയരുത്. ജീവിതത്തിൽ എത്ര പ്രയാസങ്ങൾ വന്നാലും, പ്രതിസന്ധികൾ വന്നാലും, എന്തൊക്കെ പരീക്ഷണങ്ങൾ നേരിട്ടാലും നിന്റെ ഇബാദത്തുകൾ, തേട്ടങ്ങൾ, പ്രാർത്ഥനകൾ, ആരാധനകൾ എല്ലാം റബ്ബിന് മാത്രമാക്കണം. അവനെയാണ് നീ ഇബാദത്ത് ചെയ്യേണ്ടത്. ഫഅബുദുഹു. ഇതിനാണ് നമ്മൾ തൗഹീദുൽ ഉലൂഹിയ എന്ന് പറയാം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ചോദ്യം, അത് അറിയാൻ വേണ്ടിയുള്ള ചോദ്യമല്ല, ഇസ്തിഫാം ഇൻകാരി എന്ന് പറയാം. എന്നുവെച്ചാൽ അങ്ങനെ ഇല്ല എന്ന് നിഷേധിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ചോദ്യം അള്ളാഹു ചോദിക്കുകയാണ്. ഹൽ തഅലമു ലഹു സമീയ, അവന് തുല്യനായി ആരെങ്കിലും നിങ്ങൾക്കറിയാമോ?
അവന് തുല്യനെ, അവനെ പോലെ ഏതെങ്കിലും ഒരു വിശേഷണത്തിൽ അവന്റെ പോലെയുള്ള ആരെങ്കിലും നിനക്ക് അറിയാമോ എന്ന് ചോദിക്കാം. പക്ഷെ അങ്ങനെ ആരുമില്ല. അള്ളാഹുവിനെ പോലെ കാണുന്ന ഒരാളുമില്ല, അള്ളാഹുവിനെ പോലെ കേൾക്കുന്ന ഒരാളുമില്ല, അള്ളാഹുവിനെ പോലെ അറിയാൻ, അള്ളാഹുവിനെ പോലെ കഴിവുള്ള, മികവുള്ള, ശക്തിയുള്ള, വലിപ്പമുള്ള, അള്ളാഹുവിന്റെ എന്തൊക്കെ വിശേഷണങ്ങൾ നമുക്ക് എടുത്തു പറയാൻ പറ്റുമോ ആ വിശേഷണങ്ങളിൽ അള്ളാഹുവിനെ പോലെയുള്ള ഒരു കാര്യമില്ല. അതാണ് ഹൽ തഅലമു ലഹു സമീയ എന്ന ചോദ്യത്തിൽ നിഷേധിക്കുന്നത് അതിനെയാണ്. ഒരു വിശേഷണത്തിലും അള്ളാഹുവിന്റെ പഠിപ്പിക്കപ്പെട്ട ഒരു ക്വാളിറ്റിയിലും അവന്റെ അതേപോലെ വിശേഷണം ആ ഒരു അറിവ്, ഉദാഹരണത്തിന് മനുഷ്യന്മാർക്ക് അറിവുണ്ട്, പല പടപ്പുകൾ, പല സൃഷ്ടികൾക്കും പല അറിവുകളുണ്ട് പല കാര്യങ്ങളിൽ. പക്ഷെ അള്ളാഹുവിന് ഉള്ള അറിവ് ആ ഒരു അളവിൽ ഒരാൾക്കുമില്ല, അള്ളാഹുവിനുള്ളത് പോലെ ഒരാൾക്കുമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അറിയുന്നത് പോലെ ഒരാളും അറിയുകയുമില്ല. അപ്പൊ അതാണ് ഹൽ തഅലമു ലഹു സമീയ. അപ്പൊ ഈ ഒരു കാര്യം, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, അതാണ് നമ്മൾ തൗഹീദുൽ അസ്മാഇ വസിഫാത്ത് എന്ന് പറയുക. ഇപ്പൊ തൗഹീദിന്റെ 3 ഇനങ്ങളും ഉൾക്കൊള്ളുന്ന ആയത്ത് സൂറത്തു മറിയമിലെ 65-ാമത്തെ ആയത്ത്. ഈ ആയത്ത് കൊണ്ടാണ് ഷെയ്ഖ് റഹിമഹുല്ല അള്ളാഹുവിനെ സംബന്ധിച്ച് ആയത്ത് ഖുർആനിൽ പഠിപ്പിക്കപ്പെട്ട ഭാഗങ്ങൾ എടുത്തു കൊടുക്കാൻ ആരംഭിക്കുന്നത്. ഒന്നാമത്തെ കൊടുക്കുന്നത് ഈ ആയത്താണ്. അതിനുശേഷം നമുക്കൊക്കെ അറിയുന്നത് പോലെ ആയത്തുൽ കുർസി എന്ന് വിളിക്കപ്പെടുന്ന സൂറത്തുൽ ബഖറയിൽ 255-ാമത്തെ ആയത്ത്. ഈ ആയത്തിന്റെ പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകളിൽ കാണാം. ഖുർആനിലെ ഏറ്റവും അഫ്ളലായ, ഏറ്റവും മികച്ച ആയത്ത് ഈ ആയത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം, ഈ ആയത്തിൽ നമുക്ക് വായിച്ചാൽ നമുക്ക് മനസ്സിലാകാൻ പോകുന്ന കാര്യമാണ്, ഇതിൽ മറ്റെന്തെങ്കിലും ഹറാമ് ഹലാലുകളോ മറ്റെന്തെങ്കിലും ചരിത്രങ്ങളോ മറ്റൊന്നുമല്ല. ഇതിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെ മാത്രം, അവനെ പറ്റി മാത്രമാണ് ഈ ആയത്തിൽ പ്രതിപാദിക്കുന്നത്. ഈ ആയത്തിലെ വിഷയം, സബ്ജക്റ്റ് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല, അവനെ പറ്റിയാണ്, അവന്റെ ഓരോ വിശേഷണങ്ങളും അവന്റെ നാമങ്ങളും മറ്റുമൊക്കെയാണ് ഈ ആയത്തിൽ പ്രതിപാദിക്കപ്പെടുന്നത്. എന്ന് വെച്ചാൽ പണ്ഡിതന്മാർ വിശദീകരിക്കാറുണ്ട്, ഈ ആയത്തുൽ കുർസി ഖുർആനിൽ ഏറ്റവും മികച്ച ആയത്താകാനുള്ള കാരണം ഈ ആയത്തിൽ മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ചുള്ള വിശേഷണങ്ങളാണ്. എന്നു മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട അടിസ്ഥാനപരമായ ഒരുപാട് വിശേഷണങ്ങൾ ഈ ആയത്തിൽ അടങ്ങിയിട്ടുമുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് ഈ ആയത്ത് ഏറ്റവും മികച്ച, ഖുർആനിലെ ആയത്തുകളിൽ ഏറ്റവും മികച്ചതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്. ഏതുപോലെ നമുക്കൊക്കെ അറിയാം, സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിലെ 1/3 എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖുർആനിന്റെ 1/3 പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഖുർആനിന്റെ 1/3 എന്ന് പറയുമ്പോൾ നമ്മൾ നേർക്ക് നേരെ പരിശോധിക്കുമ്പോൾ ഒരിക്കലും സൂറത്തുൽ ഇഖ്ലാസ് 30 ജുസ്ഇന്റെ 1/3 10 ജുസ്ഇന്റെ എവിടെയും എത്തുന്നില്ല. ഒരു പേജ് പോലും ഇല്ല. ഒരു ജുസ് എന്ന് പറയുമ്പോൾ 20 പേജ് മിനിമം ഉണ്ടാവും. ഇതൊരു പേജ് പോലും തികയാത്ത ഈ സൂറത്തുൽ ഇഖ്ലാസ് ഒരിക്കലും വലിപ്പം കൊണ്ടല്ല ഖുർആന്റെ 1/3 മറിച്ച് അതിന്റെ ഉള്ളടക്കം കൊണ്ടാണ്, അതിന്റെ ആശയത്തിന്റെ വ്യാപ്തി കൊണ്ടാണ്. എന്താണ് അതിൽ സൂറത്തുൽ ഇഖ്ലാസിൽ? സൂറത്തുൽ ഇഖ്ലാസിലും ഇതന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചാണ്. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ച് ഉള്ള സൂറത്ത്, അവനെ പറ്റി പ്രതിപാദിക്കപ്പെടുന്ന സൂറത്ത് ഖുർആന്റെ 1/3, അവന്റെ ഏറ്റവും മികച്ച വിശേഷണങ്ങൾ എടുത്തു പറയുന്ന ആയത്ത് ഖുർആനിലെ ഏറ്റവും മികച്ച ആയത്തൊക്കെ ആകുന്നത് നമുക്ക് അറിയിച്ചു തരുന്നത്, ഏറ്റവും മികച്ച അറിവ് എന്നുള്ളത്, ഏറ്റവും നല്ല ഇൽമിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും അഫ്ളൽ ആയിട്ടുള്ള ഇൽമ് എന്നുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഇൽമാണ്, അവനെ സംബന്ധിച്ചുള്ള അറിവാണ്. സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ച് ഈ ആയത്തിൽ അടങ്ങിയിട്ടുള്ളത്? എന്താ?
ഇവിടെ ഷെയ്ഖ് റഹിമുള്ള പറയാണ്, വനുഅ്മിനു, നമ്മൾ വിശ്വസിക്കും, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് വിശ്വസിക്കും, ബി അന്നഹു, അവൻ അള്ളാഹു എന്ന് പറഞ്ഞിട്ട് ആയത്തിനോട് തുടങ്ങാൻ. എന്താണ് ആയത്തിലുള്ളത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലെ, അള്ളാഹു എന്ന് പറഞ്ഞിട്ട് ആയത്ത് തുടങ്ങിയിട്ട് അള്ളാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തരും. അവന്റെ ഒരുപാട് ക്വാളിറ്റികൾ എടുത്തു പറയും. അങ്ങനെ എടുത്തു പറയുമ്പോൾ ആദ്യം അള്ളാഹുവിനെ പറ്റി പറയുന്ന ക്വാളിറ്റി എന്താ? ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഇബാദത്ത് നൽകപ്പെടാൻ അർഹതയുള്ള മറ്റാരുമില്ല. ഇതാണ് അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ അറിവ്. എന്നുവെച്ചാൽ ഈ ഒരു അറിവ് അയാൾക്ക് അള്ളാഹുവിനെ പറ്റി കിട്ടിയിട്ടില്ലെങ്കിൽ, അയാൾ എത്ര നാമങ്ങൾ പഠിച്ചാലും എത്ര ഖുർആൻ ഓതിയാലും ഹദീസുകൾ വായിച്ച ഒരാളാണെങ്കിലും അവൻ ഈ ഒരു അറിവ് അവന് കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ അള്ളാഹുവിനെ അറിഞ്ഞിട്ടില്ല. ഏറ്റവും ആദ്യം ബേസിക് ആയിട്ട് ഒരാൾക്ക് അടിസ്ഥാനപരമായി കിട്ടേണ്ട അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവാണ് അവനല്ലാതെ ഇബാദത്ത് നൽകപ്പെടാൻ അർഹനായി മറ്റൊന്നും ഈ പ്രപഞ്ചത്തിലില്ല എന്നുള്ളത്. അതാണ് ആദ്യത്തെ അറിവ്. റബ്ബിനെ പറ്റി നമുക്ക് കിട്ടേണ്ട ഒന്നാമത്തെ അറിവ് അതാണ്. എന്നിട്ട് അതിനുള്ള കാരണമാണ് അവിടെ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അതിനുള്ള റീസൺ എന്നുവെച്ചാൽ എന്തുകൊണ്ടാണ് അള്ളാഹുവിന് മാത്രം എല്ലാ ഇബാദത്തുകളും എന്നൊരാൾ ചോദിക്കുകയാണെന്ന് വിചാരിക്കുക. അതിന് കൊടുക്കാൻ പറ്റുന്ന മറുപടിയാണ് എന്ത്? അൽ ഹയ്യുൽ ഖയ്യൂം. അവൻ അൽ ഹയ്യും അൽ ഖയ്യൂമുമാണ്. അള്ളാഹു അൽ ഹയ്യാണ്, അതേപോലെ തന്നെ അവൻ അൽ ഖയ്യൂമുമാണ്. എന്ന് വെച്ചാൽ മറ്റ് ആരും അൽ ഹയ്യ് എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ പറ്റുന്ന മറ്റാരും ഈ പ്രപഞ്ചത്തിലില്ല. എന്താണ് അൽ ഹയ്യിന്റെ അർത്ഥം? അൽ ഹയ്യ് എന്ന് വെച്ചാൽ അവനില്ലാത്തൊരു കാലഘട്ടം പാസ്റ്റിൽ കഴിഞ്ഞു പോയിട്ടില്ല. അവനില്ലാത്തൊരു കാലഘട്ടം പാസ്റ്റിൽ കഴിഞ്ഞു പോയിട്ടില്ല. അങ്ങനത്തെ ഒരു ആരാധ്യന്മാരെ കൊണ്ടുവരാൻ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് സാധിക്കുമോ? ഏതെങ്കിലും ഒരു മതക്കാരന്, വിഭാഗക്കാരന്, ഏതെങ്കിലും പ്രത്യയശാസ്ത്രത്തിന്റെ ആൾക്ക്, ഇസങ്ങളുടെ ആളുകൾക്ക്, ഏതൊരാൾക്കും അവനില്ലാത്തൊരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ടാവും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇല്ലാത്തൊരു കാലഘട്ടം ഒരിക്കലും ഇല്ല. ഈ സൃഷ്ടിജാലങ്ങൾ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, ആകാശവും ഭൂമികളും ഒന്നും. പക്ഷെ അപ്പോഴും അള്ളാഹു ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അൽ ഹയ്യൻ എന്ന പേര് അറിയിക്കുന്ന മറ്റൊരർത്ഥം, അതിലടങ്ങിയിട്ടുള്ള മറ്റൊരു കാര്യമാണ്, എന്തെല്ലാം നശിച്ചാലും മരണപ്പെട്ടാലും ഇല്ലാതായാലും ജീവനില്ലാതായാലും നശിച്ചുപോയാലും തകർന്നടിഞ്ഞാലും അള്ളാഹു ഉണ്ടാവും. എല്ലാം മരിച്ചു പോയാലും എല്ലാത്തിൻ്റെയും ജീവൻ നഷ്ടപ്പെട്ടാലും എന്നെന്നും ജീവിക്കുന്നവനായി, ഒരിക്കലും മരിക്കാത്തവനായി, ഒരിക്കലും ഇല്ലാതായി പോവുകയില്ല അള്ളാഹു സുബ്ഹാനഹു വ തആല. അവനെന്നും ഉണ്ടാവും. ആ ഒരു അർത്ഥവും അൽ ഹയ്യ് എന്ന പേര് അറിയിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളവനായി അള്ളാഹു സുബ്ഹാനഹു വ തആലയേ ഉള്ളൂ. വേറെ ആരും ഇങ്ങനെയില്ല. വേറെ ആരും ഇങ്ങനെയില്ല. അല്ലേ? ഈ ലോകത്ത് എത്രയോ വലിയ ശക്തന്മാരായ ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരുപാട് സമ്പത്തുള്ള രാജാക്കന്മാരും വലിയ വലിയ അധികാരികളും കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ എല്ലാവരും മരണപ്പെട്ടിട്ടുണ്ട്. മരിക്കാതെ ഒരാളും ബാക്കിയായിട്ടില്ല. ഒരാളും ബാക്കിയായിട്ടില്ല. ഇന്ന് പല വിഭാഗങ്ങളും ആരാധിക്കുന്ന അവരുടെ ആരാധ്യന്മാർ എത്രയോ കാലങ്ങൾ മുമ്പ് മരണപ്പെട്ടു പോയ പല ആളുകളാണ്. മരിക്കാതെ നശിക്കാതെ ബാക്കി നിൽക്കുന്നവനാണ് അൽ ഹയ്യ്. അവൻ ആദ്യത്തിലുണ്ട്, അവസാനത്തിലും ഉണ്ടാകും. അങ്ങനെയുള്ളവനാണ് അൽ ഹയ്യ് എന്നുള്ള പേര് അറിയിക്കുന്നത്. ഇങ്ങനെയുള്ള അർത്ഥങ്ങളാണ്. അതേപോലെ തന്നെ അവൻ അൽ ഖയ്യൂമുമാണ്. ഖയ്യൂമിന് ഇതേപോലെ രണ്ട് അർത്ഥങ്ങളുണ്ട്. ഒന്നാമത്തെ അർത്ഥം എന്നുള്ളത് എല്ലാം നിയന്ത്രിക്കുന്നതും എല്ലാ കാര്യങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതും ആരാണോ അവനാണ് അൽ ഖയ്യൂം.
ഒന്നാമത്തെ അർത്ഥം. എന്നുവെച്ചാൽ അവൻ നിയന്ത്രിക്കുമ്പോൾ, അവൻ കൽപ്പിക്കുമ്പോഴാണ്, അവൻ തീരുമാനിക്കുമ്പോഴാണ് ഒരു മരത്തിൽ നില കൊഴിയുന്നത് പോലും, ഹൃദയം മിടിക്കുന്നത്, നരമ്പുകളുടെ രക്തം ഓടുന്നത്, അതുപോലെ തന്നെ ഓരോ പ്രോസസ്സുകൾ, അത് ശരീരത്തിനകത്ത് തന്നെ ഒരു സെക്കൻഡിൽ ലക്ഷക്കണക്കിന് പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. പുറമേക്കുള്ളതാണെങ്കിൽ വേറെയുമുണ്ട്. രാത്രിയാകുന്നുണ്ട്, പകലാകുന്നുണ്ട്, സൂര്യൻ ഉദിക്കുന്നുണ്ട്, അസ്തമിക്കുന്നുണ്ട്, ചന്ദ്രൻ വരുന്നുണ്ട്, ചെടികൾ മുളയ്ക്കുന്നുണ്ട്, മഴ പെയ്യ്ക്കുന്നുണ്ട്, കാറ്റ് വീശിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ എണ്ണി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഈ ഇനങ്ങൾ പോലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, എണ്ണി കണക്കാക്കാൻ കഴിയില്ല. അതിന്റെ ഓരോ ഇനങ്ങൾ, കാറ്റഗറി പോലും നമുക്ക് എണ്ണി കൃത്യമായി ക്ലിപ്തപ്പെടുത്താൻ കഴിയില്ല. പിന്നെ ആ ഓരോ കാറ്റഗറിയിലും ഓരോന്നും ലക്ഷക്കണക്കിന് എണ്ണങ്ങൾ ഉണ്ടാവും. കോടിക്കണക്കിന് ആളുകളുടെ ഹൃദയം മിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ റബ്ബിന്റെ നിയന്ത്രണത്തിൽ, അനുമതി പ്രകാരം മാത്രമാണ്. അതിനെല്ലാം നിയന്ത്രിക്കുന്നത് ആരാണോ അവനാണ് അൽ ഖയ്യൂം. അതേപോലെ ഇതിനുള്ള മറ്റൊരർത്ഥമാണ്, ആരുടെയും സഹായം ആവശ്യമില്ലാതെ, ഒരാളുടെയും ഒരു സൃഷ്ടിയുടെയും അവരിൽ സൃഷ്ടിയിലേക്കും ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റുന്നവൻ. ഒന്നിനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അല്ലേ? നമ്മൾ മനുഷ്യന്മാർ ഇത്രയും ശക്തരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുന്ന ആളുകൾ, അവർക്ക് അവരുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു കാര്യം, നേരത്തെ പറഞ്ഞ ലക്ഷക്കണക്കിന് പ്രോസസ്സുകളിൽ ഏതെങ്കിലും ഒന്നിന്റെ വേരിയേഷൻ, അത് സ്റ്റോപ്പ് ആവണമെന്നില്ല. അതിന്റെ ഫ്രീക്വൻസിക്ക് ചെറിയൊരു വേരിയേഷൻ വന്നാൽ പിന്നെ അവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും. അത്രയും ദുർബലനാണ് അവൻ. അവന്റെ ശരീരത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ആശ്രയിച്ച് അവന്റെ ആരോഗ്യം അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലേ? വായു ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല, വെള്ളം കുടിക്കാതെ ജീവിക്കാൻ കഴിയില്ല, ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ കഴിയില്ല. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഒരു മനുഷ്യനെ ആശ്രയിക്കണം. ഏതൊരു കാര്യവും റബ്ബിനെ ആശ്രയിക്കുന്നുണ്ട്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ആരുടെയും ആശ്രയം ആവശ്യമില്ല. അവൻ ഒന്നിനെ ആശ്രയിക്കുന്നില്ല. അങ്ങനെയുള്ളവനാണ് അൽ ഖയ്യൂം എന്ന പേരിൽ, ആ ഒരു പേര് ഈ ഒരു അർത്ഥത്തെയും അറിയിക്കുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും എക്സാമ്പിൾ എന്ന നിലയ്ക്ക് പറയുന്നതാണ്. ഇതല്ലാതെ അള്ളാഹു മാത്രമാണ് ഇബാദത്ത് നൽകപ്പെടാൻ അർഹൻ അറിയിക്കുന്ന വേറെയും ധാരാളക്കണക്കിന് തെളിവുകൾ ഖുർആനിലെമ്പാടുണ്ട്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള തെളിവാണെന്ത്? യാ യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും. അല്ലെ? സൃഷ്ടിച്ചത് ആരാണോ അവനെ ഇബാദത്ത് ചെയ്യുക. ഇത്ര സിമ്പിളാണ് തൗഹീദ്. നിങ്ങൾ സൃഷ്ടിച്ചത് ആരാണോ അവനെ മാത്രം ഇബാദത്ത് ചെയ്യുക. നിങ്ങൾ സൃഷ്ടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അവനെ ഇബാദത്ത് ചെയ്യാൻ അയാൾക്ക് യാതൊരു അർഹതയും ഇല്ല. ഇത്രേ തൗഹീദ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ധാരാളം തെളിവുകൾ തൗഹീദിന് വേറെയും ഉണ്ട്. ഇവിടെ രണ്ടെണ്ണം സൂചിപ്പിച്ചു എന്ന് മാത്രം. എന്നിട്ട് പറയണം, അള്ളാഹുവിനെ പറ്റി വീണ്ടും വിശേഷണങ്ങൾ എടുത്തു പറയുകയാണ്. ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം. ലാ തഅഖുദുഹു, അവനെ പിടികൂടുകയില്ല, സിനത്തുൻ വലാ നൗം. സിനത്ത് എന്ന് പറഞ്ഞാൽ ഒരു മയക്കം, നൗം എന്ന് പറയുമ്പോൾ ഉറക്കം. ഇത് രണ്ടും അള്ളാഹുവിനെ ബാധിക്കൂല. നിങ്ങൾ ആലോചിച്ച് നോക്കേ, എത്രമാത്രം കാര്യങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിയന്ത്രിക്കുന്നത്, എത്രമാത്രം കൽപ്പനകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിക്കൊണ്ടിരിക്കുന്നത്. അവന്റെ തീരുമാനപ്രകാരമാണ് ഇവിടുത്തെ ഓരോ അണുക്കൾ പോലും അനങ്ങുന്നത്. റബ്ബിന്റെ തീരുമാനപ്രകാരവും കൽപ്പനപ്രകാരവും മാത്രമാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് എണ്ണിക്കണക്കാക്കാൻ പറ്റാത്തത്ര സൃഷ്ടികളുണ്ട്. ആ സൃഷ്ടികളുടെ ഓരോന്നിന്റെയും കാര്യങ്ങൾ റബ്ബ് കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ക്ഷീണം വരുന്നില്ല, ഉറക്കം വരുന്നില്ല. അള്ളാഹുവിന്റെ മഹത്വത്തെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ, ഖുദ്റത്തിന്റെ അപാരമായ വലിപ്പം മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന വാക്കുകളാണ് അതൊക്കെ.
എന്നിട്ട് അള്ളാഹു പറഞ്ഞു ലഹു മാഫിസ് സമാവാത്തി വമാ ഫിൽ അർദ്, ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും ഒക്കെ അവന്റെയാണ്, അള്ളാഹുവിൻ്റെതാണ്. അല്ലെ, നമ്മൾ വലിയ അഹങ്കാരത്തോടെ പറയാറുണ്ട് എൻ്റെ ശരീരമാണ്. അല്ലെ, പല സ്ത്രീകളും പറയാറില്ലേ എൻ്റെ മുടി, എൻ്റെ മുഖം, അത് മറക്കണോ തുറന്നിടണോ അതൊക്കെ ഞാൻ തീരുമാനിക്കും, എൻ്റെ ശരീരം ഞാൻ പച്ച കുത്തണോ, എൻ്റെ ജീവൻ ഞാൻ ആത്മഹത്യ ചെയ്യണോ ഇതൊക്കെ ഞാൻ തീരുമാനിക്കും, ഇതൊക്കെ എൻ്റെയാണ് എന്ന് പലരും അഹങ്കാരത്തോടെ പറയാറുണ്ട്. അത് നിന്റെ അല്ല. ആരാ പറഞ്ഞത്? അതെല്ലാം അള്ളാഹുവിൻ്റെയാണ്. ഈ പറയുന്ന ആളുകളോട് ചോദിച്ചു നോക്കേ, നീ തീരുമാനിച്ച് നീ ഇന്ന വാപ്പാന്റെയും ഇന്ന ഉമ്മാന്റെയും മകനായി ഇന്ന സ്ഥലത്ത് ജനിക്കണം നീ തീരുമാനിച്ചിട്ടാണോ നീ ഉണ്ടായത്? അല്ലല്ലോ. ഇത്ര വലിപ്പത്തിൽ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെയൊക്കെ ആയിത്തീർന്ന് നീ കണക്കാക്കിയിട്ടാണോ ആയത്? അല്ല. നിന്റേന്ന് പറയുമ്പോൾ ആലങ്കാരികമായി ആപേക്ഷികമായി പറയാന്നല്ലാതെ അത് നിന്റെ അല്ല, അള്ളാഹുവിന്റെ. ഓരോന്നും, നമ്മുടെ ശരീരം പോലും. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ സ്വന്തം ആത്മഹത്യ എന്ന് പറയുമ്പോൾ മറ്റൊരാളെ നമ്മൾ പ്രയാസപ്പെടുത്തുന്നില്ല. ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ നമ്മൾ സ്വന്തം നമ്മുടെ ജീവൻ നഷ്ടപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് പാടില്ല, വൻപാപമാണ്, ദീനിൽ വിലക്കപ്പെട്ടതായത്. എന്തുകൊണ്ടാ? നമ്മളല്ല ഈ ജീവൻ കൊടുത്തത്, അതുകൊണ്ട് നമുക്കത് എടുക്കാൻ അധികാരമില്ല. ജീവൻ തന്നത് അള്ളാഹു ആണെങ്കിൽ അള്ളാഹുവിനെ അതെടുക്കാനുള്ള അധികാരമുള്ളൂ. അല്ലേ, മനുഷ്യന്മാരുടെ രൂപങ്ങൾ മാറ്റുന്ന പ്ലാസ്റ്റിക് സർജറി മറ്റു കാര്യങ്ങളൊക്കെ ദീനിൽ ഹറാമായത് എന്തുകൊണ്ടാ? നമ്മുടെ ശരീരത്തിന് ഈ ഷെയ്പ്പ് നൽകിയത് അള്ളാഹുവാണ്. അത് മാറ്റാൻ അള്ളാഹുവിനല്ലാതെ അധികാരമില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ദീനിൽ വിലക്കപ്പെട്ടത്, പച്ച കുത്തുന്നത് വിലക്കുന്നത് എന്തുകൊണ്ടാ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടേതാണ് ഈ ആകാശഭൂമികളിലുള്ള എല്ലാ കാര്യങ്ങളും അവൻ്റെതാണ്. അതുകൊണ്ട് തന്നെ അവൻ ഉദ്ദേശിക്കുന്നത് അവൻ എന്ത് ചെയ്യും? ഹറാമാക്കും. ഇന്നത് കഴിക്കരുതെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കരുത്. കാരണം അവന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അവൻ നമുക്ക് അനുവദിച്ചു തന്നത് നമുക്ക് കഴിക്കാൻ പാടുള്ളൂ. അവൻ നമ്മളോട് പോകരുതെന്നൊരു സ്ഥലത്ത് പോകരുതെന്ന് പറഞ്ഞാൽ നമുക്കവിടെ പോകാൻ പാടില്ല. അവൻ നമുക്ക് അനുവദിച്ചു തന്നിട്ടില്ല. അവന്റെ അനുമതി ഇല്ലാതെ നമുക്ക് എങ്ങനെയാണ് ആ കാര്യത്തിലേക്ക് കടക്കാൻ സാധിക്കുക? അപ്പൊ ഈ ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളിലുള്ളതെല്ലാം അവന്റേതായത് കൊണ്ട് തന്നെ അവൻ അതിൽ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നിശ്ചയിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യും. ചിലപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ഒരുപാട് സമ്പത്ത് നൽകും. ചിലപ്പോൾ സമ്പത്ത് തീരെ തരാതിരിക്കും. ചിലപ്പോൾ നിറയെ ആരോഗ്യം തരും, ഒരുപാട് കാലം രോഗങ്ങളൊന്നും ഇല്ലാതെ. ചിലപ്പോൾ ഒരുപാട് കാലം കിടപ്പിൽ കിടക്കേണ്ടി വരും. ഇതൊന്നും നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലെ, ഇന്നാ ലില്ലാഹ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഞങ്ങൾ അള്ളാഹുവിൻ്റെതാണ്, എന്നുവെച്ചാൽ അവന്റെ അടിമകളാണ്. ഞങ്ങളുടെ യജമാനാണ് അള്ളാഹു. അവൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് തീരുമാനിച്ചാലും ഞങ്ങൾ അത് മനസ്സുകൊണ്ട് തൃപ്തിപ്പെട്ട് സ്വീകരിക്കും. ഈ ഒരു നിലപാട്, അതിലേക്ക് നമ്മൾക്ക് എത്താൻ സാധിക്കുന്ന വാക്കുകളാണ് ഇലഹു മാഫിസ് സമാവാത്തി വമാ ഫിൽ അർദ്. പിന്നെ അള്ളാഹു പറയുന്നത് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. അവന്റെ അടുക്കൽ അവന്റെ പെർമിഷൻ ഇല്ലാതെ ശുപാർശ പറയാൻ ആരാണുള്ളത്? അള്ളാഹ് ചോദിക്കുകയാണ്. അത് ഈ അറിയാൻ വേണ്ടിയുള്ള ചോദ്യമൊന്നുമല്ല. നമ്മൾ നേരത്തെ പറഞ്ഞു ഹൽ തഅലമു ലഹു സമീയ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞില്ലേ, ഇസ്തിഫാം ഇൻകാരി എന്ന് പറയാം, നിഷേധിക്കാനുള്ള ചോദ്യം. ആർക്കും കഴിയൂല. റബ്ബിന്റെ അടുക്കൽ റബ്ബ് പെർമിഷൻ കൊടുക്കുക, അനുവാദം കൊടുക്കാതെ ശുപാർശ പറയാൻ, ഒരിക്കലും ആ കാര്യം നടപ്പിലാക്കുകയോ റബ്ബിന്റെ സ്ഥാനത്ത് കയറി ഭരിക്കുകയൊന്നുമല്ല. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ശുപാർശ, കേവലം ഒരു റിക്വസ്റ്റ് നടത്താൻ പോലും റബ്ബിന്റെ പെർമിഷൻ വേണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഖിയാമത്ത് നാളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ സൃഷ്ടികളെയും ഒരുമിച്ച് കൂട്ടുമ്പോൾ അവിടെ അള്ളാഹുവിന്റെ മലായികത്തീങ്ങളുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം മുതൽ അവിടുന്ന്
എല്ലാവരും ഉണ്ട്. അതേപോലെ തന്നെ മനുഷ്യ ജിന്ന് വിഭാഗങ്ങളുണ്ട്, മറ്റു പടപ്പുകളുണ്ട്. അതിൽ രാജാക്കന്മാരുണ്ട്, അധികാരികളുണ്ട്, ചക്രവർത്തിമാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഇവരെല്ലാവരും ഒന്നിച്ച് ഒരു സ്ഥലത്ത് നിന്നിട്ട് പോലും അവർക്ക് റബ്ബിന്റെ അടുക്കൽ ഒരു ശുപാർശ പറയാൻ പറ്റുന്നില്ല, സാധിക്കൂല. അല്ലെ, ആദം അലൈഹിസ്സലാമിന്റെ അടുക്കൽ ഇവര് ശുപാർശ പറയാൻ വേണ്ടി പോകുമ്പോ ആദം അലൈഹിസ്സലാം പറയുന്ന വാക്കെന്താണെന്നറിയോ? എന്റെ റബ്ബ് ഇന്ന് ഒരു ദേഷ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എന്റെ റബ്ബ് എന്ത് ചെയ്തിട്ടില്ല, മുമ്പ് ഒരിക്കലും ദേഷ്യപ്പെട്ടിട്ടില്ല, ഇനി ഒരിക്കലും ദേഷ്യപ്പെടുകയുമില്ല. അങ്ങനത്തെ ഒരു ദിവസമാണ്. നമുക്കതിന്റെ ഭയാനകത മനസ്സിലാവാൻ നമ്മൾ വേറൊന്നും ചിന്തിക്കേണ്ട. അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിയാമത്ത് നാളിൽ എല്ലാ ആളുകളും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് വസ്ത്രം ധരിക്കാതെ, ചെരുപ്പ് ധരിക്കാതെ, ചേലാകർമ്മം ചെയ്യപ്പെടാത്ത രൂപത്തിലാണെന്ന് പറയുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അള്ളാഹുവിന്റെ റസൂലെ, ഈ എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഇവരെങ്ങനെ ഒരു വസ്ത്രവും ധരിക്കാതെ ഇങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ അവർ പരസ്പരം നോക്കൂലെ റസൂലെ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറുപടി എന്താണെന്നറിയോ? അൽ അംറു അശദ്ദു മിൻ ദാലിക യാ ആയിഷ. ആയിഷ, അന്നത്തെ ദിവസത്തെ ഭയാനകത എന്നുള്ളത് അത് അതിനേക്കാൾ എത്രയോ ഭയാനകരമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ദുനിയാവിൽ എല്ലാ സ്ത്രീകളും ഉണ്ട്, അവർ ഒരു തരി വസ്ത്രം ധരിച്ചിട്ടില്ല. നമ്മളൊന്ന് കണ്ണുയർത്തിയാൽ പലരെയും കാണാൻ സാധിക്കുന്ന രൂപത്തിൽ ഒരു തടസ്സങ്ങളും അവിടെ ഇല്ല. പക്ഷെ എന്നിട്ട് പോലും ഒരു പുരുഷനും ഒരു സ്ത്രീയിലേക്ക് നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്തായിരിക്കും ആ ദിവസത്തിന്റെ ഭയാനകത? അല്ലെ, ആ ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കണം, അള്ളാഹുവിന്റെ സൃഷ്ടികൾ ഏറ്റവും ഉത്തമനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് റബ്ബിന്റെ അടുക്കൽ ശുപാർശ പറയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അള്ളാഹുവിന്റെ അർശിന്റെ അടുക്കൽ ചെന്ന് സുജൂദിൽ വർഷങ്ങൾ കിടക്കുകയാണ്. അങ്ങനെ ആ സുജൂദിൽ കിടന്ന് ആ സമയത്ത് റബ്ബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മനസ്സിൽ തോന്നിപ്പിക്കുന്ന ഒരുപാട് തസ്ബീഹുകളും തഹ്മീദുകളും ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനെ പുകഴ്ത്തി പുകഴ്ത്തി ഒരുപാട് കാലം കഴിച്ചു കൂട്ടുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുമതി കൊടുക്കും, യാ മുഹമ്മദ്, മുഹമ്മദെ, ഇർഫഅ റഅസക്, നീ നിന്റെ തല ഉയർത്ത്, സൽ തുഅത, നീ ചോദിക്ക് നൽകപ്പെടും, ഇശ്ഫഅ തുശഫഅ, നീ ശുപാർശ പറയ്, നിന്റെ ശുപാർശ സ്വീകരിക്കപ്പെടും എന്ന് പറഞ്ഞ് അനുമതി കൊടുക്കുമ്പോഴേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുള്ളൂ, ഈ ഉമ്മത്തിനെ വിചാരണ ചെയ്യണം. ശരി, ഈ നിൽക്കുന്ന ആളുകളെ വിചാരണ ആരംഭിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്ബിനോട് പറയും. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും അവിടെ അനുമതി കിട്ടിയാലേ ശുപാർശ പറയാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു ദിവസം, ആ ദിവസത്തിൽ റബ്ബിന്റെ ഈ ഒരു അധികാരം ശരിക്ക് വെളിവാകുന്ന ദിവസം അല്ലേ? നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ എന്താ ഓതുന്നത്? മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ. നമ്മൾ ശ്രദ്ധിക്കണം, അള്ളാഹു യൗമുദ്ദീനിന്റെ മാത്രം മാലിക്കാണോ? നമ്മൾ ആ ആയത്ത് ഓതുമ്പോൾ ഇപ്പോൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു ഒരിക്കലും യൗമുദ്ദീനിന്റെ മാത്രം മാലിക്കല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ യൗമുകളുടെയും എല്ലാ ദിവസങ്ങളുടെയും മാലിക്കാണ്. പക്ഷെ യൗമുദ്ദീന്റെ മാലിക് എന്ന് അള്ളാഹു സൂറത്തുൽ ഫാത്തിഹയിൽ എടുത്തു പറയാനുള്ള കാരണം, അന്ന് അവന്റെ മുൽക്ക്, അധികാരം ശരിക്ക് പ്രകടമാവും. അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളെ ചുരുട്ടിപ്പിടിക്കുന്ന, ഭൂമിയെ പിടിച്ചു കുലുക്കും. എന്നിട്ട് ഈ ഉറക്ക വിളിച്ചു സൃഷ്ടികളോടും അള്ളാഹു ചോദിക്കും, അനൽ മലിക്, ഞാനാണ് രാജാവ്, ഐന മുലൂകുൽ അർദ്, ഭൂമിയിലെ രാജാക്കന്മാരെവിടെ എന്ന് അള്ളാഹു ചോദിക്കും. അപ്പൊ ഒരാൾ മുണ്ടൂല. എല്ലാ ചക്രവർത്തിമാരും മുന്നിൽ വെച്ചിട്ടാണ് ചോദിക്കുക. ഒരാളും മുണ്ടൂല, ഒരാൾക്കൊരക്ഷരം മിണ്ടാൻ സാധിക്കൂല. അള്ളാഹുവിന്റെ മലക്കുകളുണ്ട്, അവർക്ക് പോലും ഒരക്ഷരം മിണ്ടാൻ പറ്റൂലെങ്കിൽ പിന്നെങ്ങനെ ബാക്കിയുള്ളവരുടെ അവസ്ഥ?
ഈ പെർമിഷൻ കിട്ടിയാൽ മാത്രം നമ്മൾ ശ്രദ്ധിക്കണം. സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, ഈ ശുപാർശ പറയാൻ അള്ളാഹുവിന്റെ പെർമിഷൻ മാത്രം കിട്ടിയാൽ പോരാ. മറിച്ച് നമ്മൾ ആരുടെ വിഷയത്തിലാണോ ശുപാർശ പറയുന്നത് അയാളെ അള്ളാഹു തൃപ്തിപ്പെടുകയുമാണ്. സാന്ദർഭികമായി സൂചിപ്പിക്കണം, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു എന്തായാലും പെർമിഷൻ കൊടുക്കും. ഏറ്റവും ഉത്തമനായ സൃഷ്ടിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ റസൂലിന്റെ ശുപാർശ നമുക്ക് കിട്ടണമെങ്കിൽ അള്ളാഹു നമ്മളെ തൃപ്തിപ്പെടുന്നവനാകണം. അതിന് ഏറ്റവും മിനിമം വേണ്ടത് തൗഹീദാണ്. അല്ലെ? അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുപ്പം മുതൽ സ്വന്തം വാപ്പാന്റെ സ്ഥാനത്ത് നിന്നിരുന്ന, റസൂലാകുന്നതിന് മുമ്പും ശേഷവും എല്ലാ നിലയ്ക്കും എല്ലാ സഹകരണങ്ങളും സംരക്ഷണവും ഒക്കെ നൽകിയിരുന്ന അബൂ ത്വാലിബ് മരിക്കാനായ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് കൂട്ടാക്കാതെ, അത് പറയാതെ കുഫറിൽ തന്നെ തൗഹീദ് സ്വീകരിക്കാതെ മരണപ്പെട്ടതുകൊണ്ട് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശുപാർശ പറഞ്ഞിട്ടും ആ അബൂ ത്വാലിബ് ഒറ്റൊരു സെക്കൻഡ് പോലും നരകത്തിൽ നിന്ന് പുറത്തു കടക്കുകയോ സ്വർഗത്തിൽ പ്രവേശിക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് റബ്ബിന്റെ അടുക്കലുള്ള ശുപാർശ അത് ആര് പറഞ്ഞാലും നമ്മൾക്കത് ഉപകരിക്കണമെങ്കിൽ റബ്ബ് നമ്മളെ തൃപ്തിപ്പെടുന്നവരാകണം. അത് പല ആളുകൾക്കും അറിയില്ല. പല ആളുകളും ആ ഒരു കാര്യം ശ്രദ്ധിക്കാറില്ല. അപ്പൊ അള്ളാഹുവിന്റെ അധികാരത്തിന്റെ വലിപ്പത്തെ സംബന്ധിച്ച് അറിയിക്കുന്ന വാക്കുകളാണ് മൻദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. എന്നിട്ട് അള്ളാഹു പറഞ്ഞു യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. യഅലമു അവനറിയാം, മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും അവരുടെ മുമ്പിലുള്ളതും പുറകിലുള്ളതും. എന്ന് വെച്ചാൽ പാസ്റ്റും ഫ്യൂച്ചറും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അറിയാം. ഒരു കാര്യം അള്ളാഹു അറിയാത്തതായിട്ട് ഒരു കാര്യമില്ല. എല്ലാം റബ്ബിനറിയാം. എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും. നമ്മളിൽ എത്ര പേർ സ്വർഗത്തിലേക്ക് എത്തും, എത്ര പേർ നരകത്തിലേക്ക് എത്തും, സ്വർഗത്തിൽ നമ്മളുടെ ദറജകൾ എന്തൊക്കെയാണ്, ഓരോരുത്തരും എത്ര പദവികളിലേക്ക് എത്തും, നമ്മുടെ പര്യവസാനം, മരിക്കുന്ന സമയത്ത് നമ്മുടെ ആഖിബത്ത്, ഖാത്തിമ, നല്ല മരണമായിരിക്കും, ഇതൊക്കെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അറിയാം. അല്ലെ? അതുകൊണ്ടല്ലേ നമ്മൾ ഉമ്മയുടെ വയറ്റിലായിരിക്കുമ്പോൾ തന്നെ 4 മാസം പൂർത്തിയാകുമ്പോൾ അള്ളാഹു മലക്കിനെ പറഞ്ഞയക്കുകയാണ്. എന്നിട്ട് ഈ മലക്ക് എന്ത് ചെയ്യും? 4 കാര്യങ്ങൾ രേഖപ്പെടുത്തും. ഈ 4 കാര്യങ്ങൾ എന്താ? ഇവൻ എത്ര കാലം ജീവിക്കും, ഇവന്റെ റിസ്ക് എന്താണ്, ഇവൻ എന്തൊക്കെ പ്രവർത്തിക്കും, ഇവൻ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നേരത്തെ അറിയാം. ശ്രദ്ധിക്കണം, നേരത്തെ അറിയാമെന്ന് പറയുമ്പോൾ പല ആളുകളും തെറ്റിദ്ധരിക്കും, ഇതൊക്കെ അള്ളാഹുവിന് നേരത്തെ അറിഞ്ഞിട്ട് റബ്ബ് തീരുമാനിക്കുന്നതാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഈ കഷ്ടപ്പെടുന്നത് എന്ന് പല ആളുകളും ചിന്തിക്കാറുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹു നമ്മളെ നരകക്കാരനാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കുക? അള്ളാഹു നമ്മളെ സ്വർഗക്കാരനാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കുക? നമുക്കത് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമില്ല. എന്നുവെച്ചാൽ നമ്മളുടെ കഴിവിൽപ്പെട്ട, നമ്മുടെ അറിവിന്റെ പരിധിയിൽപ്പെട്ട ഒരു കാര്യമല്ല. നമ്മളെ അത് അന്വേഷിക്കാൻ ഏൽപ്പിച്ചിട്ടില്ല. നമ്മളോട് എന്താണോ കൽപ്പിച്ചത് അത് നമ്മൾ ചെയ്യാം. റബ്ബിന്റെ ബാധ്യത റബ്ബ് അത് കൃത്യമായി പൂർത്തീകരിച്ചോളും. റബ്ബ് ഒരിക്കലും ഒരാളെയും ദുൽമ ചെയ്യുകയില്ല. സ്വർഗത്ത് പോകേണ്ട ഒരാളെ റബ്ബ് എന്ത് ചെയ്യുകയില്ല? നരകത്തിലേക്ക് എത്തിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികൾക്ക് കൃത്യമായ ഒരു എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാവർക്കും ഹക്ക് കൃത്യമായി വ്യക്തമാകാനുള്ള വഴി റബ്ബ് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. അത് എല്ലാവർക്കും നിശ്ചയിച്ചിട്ടുണ്ട്. വഹദൈനാഹുൻ നജ്ദൈൻ, അല്ലെങ്കിൽ ഇന്ന അലൈനാ ലൽ ഹുദ, അങ്ങനൊക്കെ ഒരുപാട് ആയത്തുകൾ അള്ളാഹു അവന്റെ സ്വന്തം ബാധ്യത ഏറ്റെടുത്ത കാര്യമാണ് എന്ത്? വ്യക്തമായി ഹിദായത്ത് വേർതിരിയുന്ന, ഹക്കും ബാത്തിലും മനസ്സിലാക്കാൻ സാധിക്കുന്ന രൂപത്തിൽ ഉള്ള സംവിധാനങ്ങൾ മനുഷ്യന് നിശ്ചയിച്ചു കൊടുക്കുക എന്നുള്ള റബ്ബ് ഏറ്റെടുത്തിട്ടുള്ള കാര്യമാണ്. അതിലൂടെ എന്ത് ചെയ്യാൻ സാധിക്കും? മനുഷ്യന് ഫിത്തറത്തിലൂടെ
അല്ലെങ്കിൽ തെളിഞ്ഞ ബുദ്ധിയിലൂടെ, അല്ലെങ്കിൽ പഠന ഗവേഷണങ്ങളിലൂടെയൊക്കെ എന്താണ് ശരി എന്താണ് തെറ്റെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് മനസ്സിലാകാൻ സാധിക്കുന്ന രൂപത്തിൽ റബ്ബ് എന്ത് ചെയ്യും? ഈ ദുനിയാവിൽ പല കാര്യങ്ങൾ നിശ്ചയിച്ചു കൊടുക്കുകയും ചെയ്യും. എന്നിട്ടും ഹക്ക് സ്വീകരിക്കാതെ പിന്മാറിക്കളയുന്ന ആളുകളെ എന്ത് ചെയ്യുള്ളൂ റബ്ബ്? പിന്നെ ഹക്ക് കേട്ടാലും മനസ്സിലാക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് ആക്കുള്ളൂ. എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യില്ല? അവൻ ഒരാളോടും ദുൽമ പ്രവർത്തിക്കുകയില്ല. എന്ന് വെച്ചാൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞ എളുപ്പത്തിൽ മനസ്സിലാവുന്ന രൂപത്തിൽ പറഞ്ഞാൽ നരകത്തിൽ കടക്കാൻ, അവിടത്തെ തീയിൽ വെന്തെരിയാൻ, അവിടത്തെ ശിക്ഷ ആസ്വദിക്കാനും അനുഭവിക്കാനും അർഹതപ്പെട്ട ആളുകളല്ലാത്ത ഒരാൾ പോലും നരകത്തിലേക്ക് എത്തൂല. അല്ലെ, പല ആളുകൾക്ക് ടെൻഷൻ അതാണ്. അള്ളാഹുവിനെ പറ്റി മോശം വിചാരിക്കുന്ന പല ആളുകളും എന്തൊക്കെയോ സംസാരങ്ങളും ചിന്തകളും വെച്ചു പുലർത്തുന്ന ആളുകളാണ്. നമ്മൾക്ക് ഉറച്ച ബോധ്യം ഉണ്ടാവേണ്ട കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളോടും ആരായിക്കോട്ടെ, എത്ര വലിയ തെമ്മാടി ആയിക്കോട്ടെ, എത്ര വലിയ മോശപ്പെട്ടവനായിക്കോട്ടെ, അവൻ ചെയ്ത തിന്മയ്ക്കല്ലാതെ അവൻ ശിക്ഷ ഏറ്റുവാങ്ങൂല. ഒരിക്കലും റബ്ബിന്റെ അടുക്കൽ ഒരിക്കലും ഉണ്ടാവൂല. അതുകൊണ്ട് തന്നെ നരകത്തിൽ കടക്കാൻ, അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ അർഹതയുള്ള ഒരാളല്ലാതെ വേറൊരാളും നരകത്തിലേക്ക് എത്തൂല. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ളത് അത് അവന്റെ പ്രത്യേകമാക്കപ്പെട്ട കാര്യമാണ്. അത് നമ്മളെ ബാധിക്കുന്ന വിഷയം. നമ്മളോട് കൽപ്പിച്ച് നമ്മൾ കൃത്യമായി ചെയ്യുക. വാജിബുകൾ പൂർത്തീകരിക്കാൻ പറഞ്ഞത് പൂർത്തീകരിക്കുക, ഹറാമുകൾ വിട്ടു നിൽക്കാൻ പറഞ്ഞത് വിട്ടു നിൽക്കുക, എന്തെങ്കിലും അപാകതകൾ പറ്റിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ തൗബ ചെയ്യുക, പരമാവധി സുന്നത്തുകൾ അധികരിപ്പിക്കുക, മക്രൂഹാത്തുകൾ വിട്ടു നിൽക്കുക, ഷിർക്ക് കലരാതിരിക്കുക, ബിദ്അത്ത് വരാതെ നോക്കുക. അങ്ങനെ നമ്മളോട് എന്താണോ കൽപ്പിച്ചത് അത് എന്ത് ചെയ്യുക? നമ്മൾ കൃത്യമായി പൂർത്തീകരിക്കുക. എപ്പോഴും റബ്ബിനോട് സഹായം തേടിക്കൊണ്ടേയിരിക്കുക, ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക, ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്താൻ, ആഖിബത്ത് നന്നാക്കി തീർക്കാൻ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മളോട് കൽപ്പിച്ചത് അതാണ്, നമുക്ക് ബാധ്യതയാക്കി നിശ്ചയിച്ച അതാണ്. അല്ല, നമ്മളോട് ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല? റബ്ബ് എന്റെ ഭാവി നരകക്കാരനായിട്ടായിരിക്കും നിശ്ചയിച്ചിട്ടുണ്ടാവും, അപ്പൊ പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് ചിന്തിക്കാൻ നമ്മളോട് കൽപ്പിച്ചിട്ടില്ല. നമുക്കതറിയാനൊട്ട് മറ്റു മാർഗവുമില്ല. നമ്മളോട് കൽപ്പിച്ചത് നമ്മൾ കൃത്യമായി പൂർത്തീകരിച്ചാൽ, നമ്മൾ സത്യസന്ധമായ രൂപത്തിൽ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ, ആത്മാർത്ഥതയോട് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും റബ്ബ് എന്ത് ചെയ്യില്ല? നമ്മളെ നരകക്കാരനാക്കൂല. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അള്ളാഹുവിന്റെ അറിവിന്റെ വലിപ്പത്തെ പറ്റി പറഞ്ഞിട്ട്, വിശാലതയെ പറ്റി പറഞ്ഞിട്ട്, സൃഷ്ടികളുടെ വലിപ്പത്തിന്റെ നിസാരതയെ പറ്റി നമുക്ക് പറയാം, അറിയിച്ചു തരാം. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ അറിവ് ഇത്രയും വിശാലാണ്. എന്നാൽ സൃഷ്ടികളുടേതോ നേരെ ഓപ്പോസിറ്റാണ്, വളരെ നിസ്സാരമാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ എന്തൊക്കെയോ അറിഞ്ഞു, എവിടേക്കോ എത്തി എന്നാണ്. അള്ളാഹ് പറയുന്ന വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ. അള്ളാഹുവിന്റെ അറിവിൽ നിന്ന് അവൻ ഉദ്ദേശിച്ച ഒരു അറിവല്ലാതെ സൃഷ്ടികൾ എന്ത് ചെയ്യില്ല? അവർക്ക് കരസ്ഥമാക്കാൻ, വലയം ചെയ്യാൻ. പക്ഷെ അള്ളാഹ് നമുക്കൊരു കാര്യം അറിയാൻ റബ്ബ് കണക്കാക്കിയാൽ നമുക്ക് ആ കാര്യം അറിയാൻ പറ്റും. ഇപ്പൊ ഉദാഹരണത്തിന് ഇന്നത്തെ കാലത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളാണ് എന്ത്? ഇന്റർനെറ്റ്, ഇലക്ട്രിസിറ്റി, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ. പല ആളുകളും വിചാരിക്കുന്നത്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ ആളുകൾ വിചാരിക്കുന്നത്, ഇത്രയും സയൻസ് ഒക്കെ ഡെവലപ്പായി ഇത്രയും മോഡേൺ ഒക്കെ ആയതുകൊണ്ട്, ഇന്നത്തെ സയന്റിസ്റ്റുകളുടെ ബുദ്ധിശക്തിയുടെ പവർ കൊണ്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ എത്തിയെന്നൊക്കെയാണ് പല ആളുകളും വിചാരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പുണ്ടാക്കിയ പല നിർമ്മിതികളും പല സ്ട്രക്ചറുകളും, അത് അന്നത്തെ കാലത്ത് അത് എങ്ങനെ ഉണ്ടാക്കി എന്ന് ഇന്നത്തെ സയന്റിസ്റ്റുകൾക്ക് പോലും പിടികിട്ടാത്ത പല സ്ട്രക്ചറുകളും ഇന്നുണ്ട്. ഇത്രയും സയൻസ് മോഡേൺ ആയിട്ടും ഇത്രയൊക്കെ ടെക്നോളജി ഡെവലപ്പ് ആയിട്ടും അത് എങ്ങനെയാണ്, അതിന്റെ സീക്രട്ട് എന്താണ്, അതിന്റെ പിന്നിലുള്ള എഞ്ചിനീയറിംഗ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത എത്രയോ സംഗതികൾ ഇപ്പോഴും ഉണ്ട്. എന്ന് വെച്ചാൽ
ഇന്നെന്തോ മികവുള്ള ആളുകളാണ് അതുകൊണ്ട് ഇത് കിട്ടി എന്നൊന്നുമല്ല. ഈ കാലത്ത് റബ്ബത് നിശ്ചയിച്ചു അതുകൊണ്ട് അത് കിട്ടി, അത്രയേ ഉള്ളൂ. ഈ കാലത്ത് അത് നിശ്ചയിച്ചു അതുകൊണ്ട് കിട്ടി. നിങ്ങൾക്ക് പല അതിന്റെ ചരിത്രങ്ങളും അതിന്റെ മുൻപ് കഴിഞ്ഞ പുരാതന സമയത്തുള്ള പല കാര്യങ്ങളും നിങ്ങൾ അന്വേഷിച്ചാൽ, പഠിച്ചു കഴിഞ്ഞാൽ പലതും നിങ്ങൾ അത്ഭുതപ്പെട്ടു. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഒരു കാര്യം നമ്മൾ അറിയാൻ ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ആ കാര്യം അറിയാൻ കഴിയും. അത്രേ അതിന്റെ പിന്നിലുള്ള രഹസ്യം, സീക്രട്ട് എന്ന് പറയാൻ പറ്റുന്ന അത്രയേ ഉള്ളൂ. അതല്ലാതെ മറ്റെന്തെങ്കിലും ഒരു മികവോ കഴിവോ ഒന്നുമല്ല അതിന്റെ പിന്നിലുള്ളത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വസിഅ കുർസിയുഹു അസ്സമാവാതി വൽ അർദ്. അത് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. അള്ളാഹുവിന്റെ വലിപ്പം മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന ഒരു വാക്കാണ്. എന്താണ് വസിഅ കുർസിയുഹു? അള്ളാഹുവിന്റെ കുർസി അത് വിശാലമാണ്. എന്തിനേക്കാൾ? അസ്സമാവാതി വൽ അർദ്, ആകാശഭൂമികളെക്കാൾ വിശാലമാണ് അള്ളാഹുവിന്റെ കുർസി. കുർസി എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്താണ് കുർസി. മൗദിഉ ഖദമൈ അർ-റബ്ബ്, റബ്ബിന്റെ രണ്ട് കാൽപാദങ്ങൾ വെക്കുന്ന സ്ഥലം, അതാണ് കുർസി. കാൽപാദം പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഏതെങ്കിലും സൃഷ്ടികളുടെ കാൽപാദമോ നമ്മൾ മനുഷ്യന്മാരുടെ കാൽപാദമോ അങ്ങനെ ഒന്നും ഒരിക്കലും നമ്മുടെ മനസ്സിൽ കടന്നു വരാൻ പാടില്ല. അള്ളാഹുവിനെ പറ്റിയിട്ടാ പറയാം. അത് കാൽപാദം എന്ന് പറഞ്ഞുകൊണ്ട് കാൽപാദമാണെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കണം. പക്ഷേ അത് മറ്റേതെങ്കിലും സൃഷ്ടികളുടേത് പോലെ ചിന്തിക്കാനോ കമ്പയർ ചെയ്യാനോ പാടില്ലാത്തതാണ്. അപ്പൊ അത് വെക്കുന്ന സ്ഥലമാണ് കുർസി. അള്ളാഹുവിന്റെ രണ്ട് കാൽപാദങ്ങൾ വെക്കുന്ന സ്ഥലമാണ് കുർസി എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ കുർസി നമ്മൾ ശ്രദ്ധിക്കണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിരുന്ന മറ്റൊരു അസറിൽ കാണാം, ഈ ആകാശഭൂമികൾ എന്നുള്ളത്, അതിന്റെ വലിപ്പം എന്നുള്ളത് കുർസീനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു മരുഭൂമിയിൽ ഒരു വട്ടക്കണ്ണി ഇട്ട് വെച്ചാൽ, വട്ടത്തിലൊരു പാത്രം മരുഭൂമിയിൽ ഇട്ടാൽ ആ പാത്രത്തിനകത്ത് എത്ര മണൽ ഉൾക്കൊള്ളുമോ അത്രേ എന്തുള്ളൂ, മരുഭൂമിയും ഈ മണലിനുള്ളിൽ പാത്രത്തിനുള്ളിലെ പാത്രവും മണലും തമ്മിൽ എത്രത്തോളം കമ്പാരിസൺ ഉണ്ടോ, എത്രത്തോളം അനുപാതമുണ്ടോ, റേഷ്യോ ഉണ്ടോ, അത്രത്തോളമേ എന്തുള്ളൂ, ആകാശഭൂമികളും കുർസിയും തമ്മിലുള്ളൂ. ആകാശഭൂമികളും കുർസിയും തമ്മിലുള്ളൂ. അതേപോലെ തന്നെയാണ് എന്ത് കുർസിയും അർഷും തമ്മിലുള്ള വ്യത്യാസം. എന്നുവെച്ചാൽ കുർസിയും അർഷും തമ്മിലും ഇതേ റേഷ്യോ ഉണ്ട്, ഇതേ കമ്പാരിസൺ ഉണ്ട്. ആ അർഷിനേക്കാൾ വലിപ്പമുള്ളവനാണ്, എല്ലാത്തിനേക്കാൾ വലിയവനാണ്. അതാണ് അള്ളാഹു അക്ബർ എന്ന് നമ്മൾ പറയാറുണ്ട്. അക്ബർ എന്ന് വെച്ചാൽ ഏറ്റവും വലിയവൻ എന്ന. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനേക്കാളും വലിയവനാണ്, എല്ലാത്തിനേക്കാളും വലിയവനാണ്. അവന്റെ വലിപ്പം എത്രയായിരിക്കും നമുക്ക് ഒരിക്കലും കണക്കാക്കാൻ, ചിന്തിക്കാൻ പോലും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല, അത് കിട്ടുകയുമില്ല. നമുക്ക് റബ്ബിനെ നേരിട്ട് കാണുമ്പോൾ പോലും അവന്റെ പൂർണ്ണമായും എല്ലാ വശങ്ങളും ഉൾക്കൊള്ളുന്ന രൂപത്തിൽ നമുക്ക് കാണാനും സാധിക്കൂല. നേരിട്ട് കാണുമ്പോൾ പോലും അങ്ങനെയാണെങ്കിൽ പിന്നെ കാണാതെ വെറുതെ ചിന്തിക്കുമ്പോൾ എന്തായാലും കിട്ടൂല. അത്രമാത്രം വലിപ്പമുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. എന്നിട്ട് അള്ളാഹു പറഞ്ഞു വലാ യഊദുഹു ഹിഫ്ളുഹുമാ, വലാ യഊദുഹു അവന് ബുദ്ധിമുട്ടാകുന്നില്ല എന്ത്, ഹിഫ്ളുഹുമാ ഈ ആകാശഭൂമികൾ സംരക്ഷിക്കുക. ഇതിങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൃത്യമായില്ലേ, സൂര്യൻ ഉദിക്കുമ്പോൾ പകലാകുന്നു, സൂര്യൻ അസ്തമിക്കുന്ന രാത്രിയാവുന്നു, കിഴക്കുന്ന സൂര്യൻ വരുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു, ഇങ്ങനെ എന്ത് ചെയ്യുന്നു, വേനൽക്കാലം വരുന്നു, മഴക്കാലം വരുന്നു, ഇങ്ങനെ കാറ്റ് വീശുന്നു, എല്ലാം ഇങ്ങനെ കൃത്യമായി ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് പോകുന്നത്. നമ്മൾ പലരും വിചാരിച്ചിട്ടുള്ളത് ഇങ്ങനെ അല്ലെ, എന്താ പറയാ, പലരും പറയാറുള്ളത് ഈ പ്രകൃതിയുടെ അല്ലെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പ്രകൃതിക്ഷോഭം, പ്രകൃതി ദുരന്തം എന്നൊക്കെയാ പറയാറ്.
അള്ളാഹു സുബ്ഹാനഹു വ തആല നിയന്ത്രിക്കുന്നതാണ് ഓരോന്നും. അവൻ നിശ്ചയിക്കുന്നത് കൊണ്ടാണ് പല ആളുകൾ, ഇപ്പൊ ഉദാഹരണത്തിന് പകല് വെളിച്ചമുള്ളതായത് അള്ളാഹു പകലിനെ വെളിച്ചമുള്ളതാക്കിയത് കൊണ്ടാണ്. രാത്രി ഇരുട്ടുള്ളതായത് രാത്രി അള്ളാഹു ഇരുട്ടുള്ളതാക്കിയത് കൊണ്ടാണ്. സൂര്യൻ കിഴക്കുന്ന് ഉദിക്കുന്നത് അള്ളാഹു അത് കിഴക്കുന്ന് ഉദിക്കാൻ ആക്കിയത് കൊണ്ടാണ്. ഓരോ കാര്യങ്ങളും ഓരോന്നും അത് റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെ നിശ്ചയിച്ചത് കൊണ്ടാണ്. സിസ്റ്റമാറ്റിക് എന്ന് പറയുമ്പോൾ ആ സിസ്റ്റം ആരാ? അത് റബ്ബ് നിശ്ചയിച്ചതാണ്. ഓരോന്ന് അതിൻ്റെതായിട്ടുള്ള ഘടന, ആ ഒരു കൃത്യമായൊരു റൊട്ടീന് അത് റബ്ബ് കൊടുത്തതാണ്. അങ്ങനെ അത് കൃത്യമായി അതിനെ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോവാൻ അത് റബ്ബിനൊരു പ്രയാസം, ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. ഈ പറയുന്ന കാര്യം ഏതെങ്കിലും മാനേജർമാരോടോ എന്തെങ്കിലും ഒരു കമ്പനിയുടെ ടീം ലീഡർമാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതിന്റെ വില മനസ്സിലാവും. അവരുടെ ചെറിയൊരു കമ്പനിയുടെ ചെറിയൊരു ഭാഗം, ആ ഒരു ചെറിയൊരു ഫീൽഡിലെ എല്ലാ വർക്കേഴ്സും അതിന്റെ സ്റ്റാഫുകളും മറ്റ് ഡെപ്യൂട്ടിയും മറ്റെല്ലാ കണക്കുകളും വിഷയങ്ങളൊക്കെ ആയി അവർക്കൊരു ഉറക്കം തന്നെ ഉണ്ടാവില്ല. പല ആളുകൾക്കും പല കാര്യങ്ങൾ ചിന്തിച്ച് ടെൻഷനായിട്ട്. ഇത് ചെറിയ എന്തെങ്കിലും സ്ഥാപനമല്ല, ആകാശഭൂമികൾ മൊത്തം അത് കൃത്യമായി നിയന്ത്രിച്ച് സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. എന്നിട്ട് അവസാനം വഹുവൽ അലിയുൽ അലീം, അവൻ അൽ അലിയും അൽ അലീമുമാണ്. അള്ളാഹുവിന്റെ മറ്റ് രണ്ട് പേരുകളാണ്. അൽ ഹയ്യുൽ ഖയ്യൂം പറഞ്ഞതുപോലെ മറ്റ് രണ്ട് പേരുകളാണ്. അൽ അലി എന്ന് വെച്ചാൽ ഏറ്റവും ഉന്നതൻ. അള്ളാഹു എല്ലാത്തിന്റെയും മുകളിലാണ്. നമ്മൾ പറഞ്ഞു കുർസി, അർശ്. അർശാണ് സൃഷ്ടികളിൽ ഏറ്റവും മുകളിലുള്ളത്. അർശാണ്. അർഷിന്റെയും മുകളിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. റഹ്മാനു അലൽ അർശി ഇസ്തവ. അർഷിന്റെയും മുകളിലായിട്ടുണ്ട് ആര്? റഹ്മാനായ റബ്ബ്. എല്ലാത്തിന്റെയും മുകളിൽ. അതാണ് അൽ അലി. അതേപോലെ തന്നെ അൽ അലീം, അങ്ങേയറ്റം മഹത്വമുള്ളവനാണ്. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ഈ ഒരു ആയത്ത് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയ ഒരാൾക്ക് ഈ അൽ അലീം എന്ന് പറയുന്ന വാക്ക് പിന്നെയും പ്രത്യേകം വിശദീകരിക്കേണ്ട ആവശ്യം വരൂല. അത്രമാത്രം അള്ളാഹുവിന്റെ മഹത്വത്തെ അറിയിക്കുന്ന വിശേഷണങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരായത്താണ് ഈ ഒരു മഹത്തരമായ ആയത്ത്. അതിനുശേഷം ഇതുപോലെ ഒരുപാട് ആയത്തുകൾ അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിപ്പിച്ചു തരുന്ന വിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്ന ആയത്തുകൾ എടുത്തു കൊടുക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അത് ഓരോന്നോരോന്നായി നമുക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ ഉതകുന്ന രൂപത്തിൽ നമുക്ക് പഠിച്ചു മുന്നോട്ട് പോവാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പഠനം അവന്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ചു കൊണ്ടുള്ളതാക്കുകയും ഈ ഒരു പഠനത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു സംബന്ധിച്ചും മറ്റെല്ലാ വിശ്വാസ കാര്യങ്ങളിലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം അത് നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കാനും അങ്ങനെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ അവനെ കണ്ടുമുട്ടാനും നാം ഓരോരുത്തരെയും അവൻ സഹായിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി